ആര്യൻ രചന അളകനന്ദ ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കാഴ്ച അല്പം വ്യക്തമായതും മുന്നിലിരിക്കുന്ന ആളെ അവൾക്ക് മനസ്സിലായി. പക്ഷേ കുറച്ചു മുമ്പ് നടന്നൊക്കെ ഒരു പെരുമഴ പോലെ അവളിലേക്ക് ഒലിച്ചെത്തിയതും ആ ദേഹം വിറച്ചു. കണ്ണുകൾ വീണ്ടും കാർമേഘം നിറഞ്ഞു പെയ്യാനൊരുങ്ങി. അക്വേട്ട, എന്റെ കൃഷ്ണ, അവനെ കൊന്നു കളഞ്ഞു എല്ലാവരും കൂടി ചേർന്ന്. അവൾ ഭൂമി വിറക്കുമാർ ഉച്ചതിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അക്കു അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു. ഞാൻ കാരണം അവനിങ്ങനെ. അവൾ അക്കുവിന്റെ ദേഹത്ത് പറ്റിച്ചേർന്നുകൊണ്ട് പുലമ്പി. എന്ന് പറഞ്ഞാണ് അവളെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അച്ചുവേട്ടാ. നീ വാതിലിന് ഓരം വന്ന് അവനെ നീട്ടി വിളിച്ചു. പക്ഷെ മറുപടിയൊന്നും കിട്ടിയിരുന്നില്ല. കുറച്ചു നേരം അയാളെ കാണാതായിട്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. ഇതിപ്പോ മുറിയിലോ വീടിനുള്ളിലോ ആളെ കാണാതെ വന്നു നീക്കുള്ളിലൊരു ആന്തിലുണ്ടായി. പരിഭ്രമത്തോടെ അവൾ ഗാർഡനിലും വീടിന് ചുറ്റുമുള്ള പറമ്പിലൊക്കെ ആര്യനെ തിരഞ്ഞു. അച്ചുവേട്ടാ. നീയുടെ ശബ്ദത്തിലൊരു പതർച്ചയുണ്ടായി. അറിയാതെ അവളുടെ കൈകൾ നെഞ്ചിൽ പറ്റിച്ചേർന്ന ആലിലത്താലിൽ വെറുതെ തലോടി. എവിടെയാവും? ഇവിടൊന്നും കാണുന്നില്ലല്ലോ ഈശ്വര. കണ്ണുകൾ നിറഞ്ഞു വന്നു ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് നീ വെപ്രാളത്തോടെ മുൻവശത്തേക്ക് ഓടി. അകത്തേക്ക് വരുന്ന ആര്യനെ കണ്ട് നീ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവനരികിലേക്ക് ചിരിയോടെ ഓടിച്ചെന്നെങ്കിലും അവനെ അടുത്ത് കണ്ട നീഹയുടെ കണ്ണുകളിൽ അമ്പരപ്പ് തെളിഞ്ഞു. അവനെ ആകമാനവും നിരീക്ഷിച്ച അവളുടെ കണ്ണുകളിൽ പേടിയോ പരിഭ്രമമോ കലർന്നൊരു ഭാവം നിറഞ്ഞു. അവള് നോക്കാതെ തലകുനിച്ച് നിൽക്കുകയായിരുന്നു ആര്യൻ. താൻ എന്തു മറുപടി പറയുമെന്ന ആലോചനയിലായിരുന്നു അവന്റെ മനം. അച്ചുവേട്ട, എവിടെയായിരുന്നു ഇത്ര നേരം? ഇതെന്താ ദേഹത്തൊക്കെ ഈ മുറിഞ്ഞ പാടുകൾ? എങ്ങനെ പറ്റിയതാ? നീ അവന്റെ ദേഹത്തൂടെ കൈകൾ ഓടിച്ചുകൊണ്ട് പരിഭ്രാന്തിയോട് അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു. ആര്യൻ ഒരു വേള നിന്ന് പരിങ്ങിപ്പോയി. നീ ഉറങ്ങിയ നേരത്താണ് താൻ പുറത്തേക്ക് പോയത്. പോയി അവൾ എണീക്ക് മുന്നേ വരാമെന്ന് കരുതി. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. ഒന്നും ആലോചിക്കാനോ ചിന്തിച്ചിരിക്കാനോ ആവാത്ത വിധമായിരുന്നു സാഹചര്യങ്ങൾ. അത് കിളിക്കുഞ്ഞ്, ഞാൻ കുട്ടുവിനെ കാണാൻ പോയതാ. ആര്യൻ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. പറയാതെ പോയത് എന്തിനാ ചേട്ടാ? ഞാൻ ആകെ ഭയന്നു പോയി. അല്ല, പിന്നെ ഇതൊക്കെ എന്താ? മുറിഞ്ഞിട്ടുണ്ടല്ലോ, ദേ ചോന്ന് കിടക്കുന്നു. നീ വേവലാതിയോടെ അച്ചുവിന്റെ മുഖവും കൈയുമൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തുത്തരം പറയണമെന്നറിയാതെ ആര്യൻ കുഴങ്ങിപ്പോയി. അതവിടെ മഴ പെയ്ത് തെറ്റിക്കിടക്കായിരുന്നു കിളിക്കുഞ്ഞേ. അപ്പോഴുണ്ടല്ലോ ഞാനതിൽ തെന്നി വീണതാ. ആര്യൻ ചുണ്ടു വിളർത്തി കുഞ്ഞുകുട്ടികളെ പോലെ പറഞ്ഞതും നീയൊക്കെ മറ്റൊന്നും ആലോചിക്കാൻ പോലും പറ്റിയില്ല. അയ്യോ, എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ? വേദനയുണ്ടോ ദേഹത്ത് എവിടെയെങ്കിലും? ഈ മുറിവൊക്കെ വേദനിക്കുന്നുണ്ടോ? നീ നിറമിഴികളോട് അവനോട് ചോദിക്കുന്ന കേട്ട് ആര്യന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. തനിക്ക് ചെറിയൊരു മുറിവ് പറ്റിയാൽ പോലും അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ പെണ്ണിനോടാണ് താൻ ഇങ്ങനെ അഭിനയിക്കുന്നതും ഈ കള്ളം പറയുന്നതൊക്കെ. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ദൈവമേ. ഇവളെയോ ഇനി മറ്റാരെങ്കിലുമോ തനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. അതുകൊണ്ട് മാത്രം താൻ ഇതൊക്കെ സഹിച്ചേ മതിയാവൂ. ആര്യനെ റൂമിലെ കിടക്കയിലിരുത്തി നീ ഡെറ്റോൾ കൊണ്ട് മുറി വൃത്തിയാക്കി ബെറ്റാളിൻ മുറിവിൽ പുരട്ടിക്കൊടുത്തു. ഇനി എന്നെ കൂട്ടാൻ എങ്ങോട്ടും പോയി കളയല്ലേ അച്ചുവേട്ടാ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കേട്ടോ. അവന്റെ മുടികളിൽ തലോടി പരിഭവത്തോടെ അവൾ പറഞ്ഞതും യാന്ത്രികമായി നിഹയുടെ കൈയെടുത്ത് അവൻ ചുണ്ടോട് ചേർത്ത് വെച്ചു. നീ അവന്റെ പ്രവൃത്തിയിലൊന്ന് അന്തിച്ചു പോയി. എനിക്കൊന്ന് ഉറങ്ങണം കിളിക്കുഞ്ഞേ, അവൻ ക്ഷീണത്തോടെ പറഞ്ഞു. നീ അവനെ കട്ടിൽ ചായച്ച് കിടത്തി പുതപ്പ് നെഞ്ചുവരെ പുതച്ചു നൽകി. ശേഷം മിഴികളടച്ച് കിടക്കുന്നവരിലേക്ക് അവൾ വെറുതെ നോട്ടം വായിച്ചു. എന്തോ ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ കണ്ണിലും മനസ്സിലും അലയടിച്ചു. ആ നിമിഷം ആരിലെ മാറ്റം അവൾ കുറേയായി ശ്രദ്ധിക്കുന്നു. പക്ഷെ കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. തന്റെ സംശയങ്ങളൊന്നും തെറ്റാവതേന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുറിവിട്ട് പുറത്തിറങ്ങി. നീ പോയെന്ന് മനസ്സിലാക്കിയതും ആര്യൻ പിടഞ്ഞെഴുന്നേറ്റു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരാശ്രയത്തിനെന്നോണം പുതപ്പുകൊണ്ട് വാമൂടി അവൻ ശബ്ദമില്ലാതെ കരഞ്ഞുപോയി. കൈകളിൽ ഇപ്പോഴും തന്റെ കുട്ടുവിന്റെ ചോരയുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവന് തോന്നിപ്പോയി. അവന്റെ ചിന്തകൾ കുറച്ച് മണിക്കൂറുകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. കുട്ടുവിനെ കണ്ട് സംസാരിക്കണം, അവനോട് തന്റെ അസുഖം ഭേദമായ വിവരം അറിയിക്കണമെന്ന തീരുമാനത്തിലാണ് അവിടേക്ക് പോയത്. പക്ഷേ കുട്ടു ബീച്ചിലോ മറ്റോ പോയിരിക്കുകയാണെന്ന് ശിവയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ശേഷം തിരികെ ഇവിടേക്ക് വരാനൊരുങ്ങിയവയാണ് വഴിയിൽ വെച്ച് അഫ്സലിനെ കണ്ടത്. ദാച്ചു, നീ എന്തവിടെ? പരിചിതമായ സ്വരം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. ബുള്ളറ്റ് നിർത്തി പരിഭ്രമത്തോടെ ഓടി വരുന്നവനെ കണ്ട് ആര്യന്റെ കണ്ണു തിളങ്ങി. അഫ്സൽ, തന്റെ പ്രിയ ചങ്ങാതി. സ്കൂൾ മുതൽ കോളേജ് കാലം വരെ തോളോട് തോൾ ചേർന്ന് ഒപ്പം ഉണ്ടായിരുന്നവൻ. അതിനും അപ്പുറം സിയയുടെ പ്രതിശ്രുത വരൻ. കോളേജ് മുതൽ തുടങ്ങിയ പ്രണയം ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹത്തിലെത്തിയപ്പോഴായിരുന്നു അവൾക്ക് അങ്ങനെയൊരു ദുർവിധി. ഈ ലോകം മുഴുവൻ താനാണ് സിയെ അങ്ങനെ ഉപദ്രവിച്ചു പോകുന്നതെന്ന് വിശ്വസിച്ചപ്പോഴും അഫ്സൽ മാത്രം അതിനെ എതിർത്തു. അവനറിയാമായിരുന്നു അവന്റെ അച്ചുവിനെ സിയ എങ്ങനെയായിരുന്നെന്ന്. അതുപോലെ അച്ചുവിന്റെ കിളിക്കുഞ്ഞിനെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ അവന് നോക്കാൻ പോലും ആവില്ലെന്ന്. ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൻ അഫ്സലിനെ കെട്ടിപ്പിടിച്ച് ഒരു ഞെട്ടലോടെ അഫി അവനെ നോക്കിപ്പോയി. എന്താടാ, എന്തുപറ്റി? നീ എന്താ ഇവിടെ നിൽക്കുന്നത്? തനിച്ചാണ് നീ? ആരില്ല കൂടെ? അച്ചു പറയേ. ആഫി അവനെ തിരികെ പുറന്നുകൊണ്ട് ആദ്യയോടെ ചോദിച്ചു. ആര്യന്റെ അസുഖമോർത്താണ് അവൻ അങ്ങനെയൊക്കെ ചോദിച്ച്. അഫ്സലെ,
ആര്യൻ അവനിൽ നിന്ന് അകന്നു മാറി ചുവന്ന് കലങ്ങിയ കണ്ണുകളോട് അഫ്സലിനെ വിളിച്ചു. ആര്യന്റെ ആ വിളി അഫ്സൽ ഹൃദയം കൊണ്ടാണ് കേട്ടത്. അവന്റെ കണ്ണുകളിൽ ഒരു തരം അവിശ്വസനീയത നിറഞ്ഞു. മുന്നിൽ നിൽക്കുന്നത് തന്റെ പഴയ അച്ചുവാണെന്ന് മനസ്സിലാക്കാൻ അവനൊരു നിമിഷം കൂടി എടുത്തില്ല. അച്ചു, നിനക്കിപ്പോ? അഫ്സലിന് സന്തോഷം കൊണ്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവന്റെ വാക്കുകൾ മുറിഞ്ഞു പോയി. ഒരു കുഴപ്പമില്ലടാ, എനിക്കിപ്പോ എല്ലാം ഓർമ്മയുണ്ട്. നിന്റെ പഴയ അച്ചു തന്നെയാടാ ഞാൻ. അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആര്യൻ അത് പറയവേ അഫ്സൽ അവനെ ഇറുകെ പുണർന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അച്ചു നിന്നോട്. എനിക്കുണ്ടടാ, ഞാൻ മറന്നുപോയ എന്റെ ഭൂതകാലം. നിങ്ങളോട് പറയാൻ ഞാൻ ബാക്കി വെച്ച ഓരോന്നും എനിക്ക് പറയണം. അതിന് നീ മാത്രം പോരാ, കുട്ടുവും വേണം. എനിക്ക് നിങ്ങൾ രണ്ടാളും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും വയ്യ നമുക്ക് വീണ്ടും ഓരോന്നായി നഷ്ടപ്പെടും. അതിനി ആര്യൻ അനുവദിക്കില്ല. അവന്റെ മുഖം വലിഞ്ഞു മുറുകുന്ന കണ്ട് അഫ്സലിന് കാര്യേകദേശം പിടികിട്ടി. ശേഷം അവന്റെ വണ്ടിയിൽ രണ്ടുപേരും കൂടി കുട്ടുവിനെ തേടി ബീച്ചിലേക്ക് പോയി. പോകുന്ന വഴിക്കാണ് കുട്ടുവിന്റെ ബൈക്ക് തങ്ങളെ പാസ് ചെയ്ത് പോകുന്നവർ കണ്ടത്. പക്ഷെ ആര്യനെ അഫ്സലിനെ അവൻ കണ്ടിരുന്നില്ല. അവൻ മറ്റേതോ ലോകത്തെന്ന പോലെയാണ് യാത്ര. കുറച്ചു നേരത്തിന് ശേഷം ഒരു ഇടവഴിയിൽ വെച്ച് അഫ്സലിന്റെ വണ്ടി ഒന്ന് ഓഫായതും കുട്ടുവിനെ അവർക്ക് മിസ്സായി. അഫ്സലിന്റെ ഏറെ നേരത്തെ ശ്രമത്തിനുള്ളിൽ വണ്ടി ഓണായതും കുറച്ചു മുമ്പിലായി വഴിയരികിൽ കുട്ടുവിന്റെ ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടതും ആര്യനും അഫ്സലും പരസ്പരം നോക്കിപ്പോയി. അവനെന്തോ അപകടത്തിൽപ്പെട്ടെന്ന പോലെ അവർക്ക് തോന്നി. കുറച്ചു ദൂരെയായി അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന ആദിയുടെ ബൊലേറോ കണ്ടതും ആര്യന് ഏകദേശം കാര്യം മനസ്സിലായി. ആ വാഹനത്തെ പിന്തുടർന്ന് അവർ എത്തിച്ചേർന്ന് പണ്ട് ആര്യന്റെ അച്ഛനും ചെറിയച്ഛനും കൂടി നടത്തിയിരുന്ന കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഫാക്ടറിയുടെ അടുത്തേക്കായിരുന്നു. ആ ഫാക്ടറി വർഷങ്ങൾക്ക് മുന്നേ പൂട്ടിപ്പോയിരുന്നു. അതിനാൽ കാട് കയറി ആളനക്കം പോലും ഇല്ലാതെ ഒരു ശോചനീയ അവസ്ഥയിലായിരുന്നു. അഫ്സലും ആര്യനും കൂടി കുറച്ചു മാറി ബൈക്ക് നിർത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു കൽഭിത്തിക്ക് മറവിൽ ഒളിച്ചു നിന്നു. ആ ബൊലേറോയിൽ നിന്ന് തടിമാടന്മാരായ 1-2 പേർ ഇറങ്ങുകയും ശേഷം കുട്ടുവിനവർ ബലമായി പിടിച്ചെടുക്കുന്ന കണ്ട് ആര്യൻ കോപം കൊണ്ട് വിറച്ചു. കുട്ടു തന്നാലാവും ഇത് എതിർത്ത് നിൽക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും കൈകെട്ടിയ അവസ്ഥയിൽ അവൻ ഒരുപാടൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഡാ, നീ ഇതെങ്ങോട്ടാ? എവിടെ പോവാ? മുഷ്ടിരുട്ടിയോട് മുന്നോട്ടാ ആര്യൻ അഫ്സൽ പിടിച്ചു നിർത്തി. എടാ, എന്റെ കുട്ടു അവനെ ഉപദ്രവിക്കുന്നുണ്ട്, ഞാൻ അടങ്ങിക്കണോ? എടാ, അതല്ല, നീ ഒന്ന് ക്ഷമിക്കേ. നമുക്കറിയണ്ടേ ഇതാരാണെന്ന് അവരെന്തിനാ കുട്ടുവിനിങ്ങനെ ബന്ധിയായി കൊണ്ടുവന്നെന്നു. കുറച്ചുകൂടി നീ ഒന്ന് കാക്ക്, നമുക്ക് അവിടെ നീക്കോളം നിരീക്ഷിക്കാം. അഫ്സൽ പറയുന്ന കേട്ട് ആര്യൻ മനസ്സോടെ അംഗീകരിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ ആ കെട്ടിടത്തിന്റെ വിടവിലൂടെ അവർ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കുട്ടുവിനെ ബലമായി അവിടെയുള്ള ഒരു ഇരുമ്പ് തൂണിൽ അവന്മാർ കെട്ടിയിടുന്നതായിരുന്നു. ശേഷം അതിലൊരാൾ ഫോണെടുത്ത് ആരെയോ വീഡിയോ കോൾ ചെയ്യുന്ന അവർ ശ്രദ്ധിച്ചു. മറുപുറത്ത് സച്ചിയുടെ ശബ്ദം കേട്ടതും ആര്യന്റെ കണ്ണുകൾ പക കൊണ്ട് തിളങ്ങി, പല്ലുകൾ ഞെരിഞ്ഞമർന്നു. എല്ലാത്തിനും പിന്നിൽ ഇയാളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കൊല്ലാനുള്ള പകയായിരുന്നു. പക്ഷേ തനിക്കൊരു അവസരം കിട്ടിയിരുന്നില്ല. അതിനൊപ്പം തന്നെ അവൻ ചെയ്ത ക്രൂരത അത് തനിക്കൊരിക്കലും അവനോട് ക്ഷമിക്കാൻ പറ്റില്ല. കാതിലൊരു പെൺകുട്ടിയുടെ നിസ്സഹായമായ നിലവിളിയാണ് എപ്പോഴും. ജീവനും മാനത്തിനും വേണ്ടി അവൾ പൊഴിച്ച കണ്ണുനീർ ഓരോ നിമിഷവും തന്റെ ഹൃദയത്തെ ചുട്ടു പൊള്ളിക്കുകയാണ്. ഓരോ ചിന്തകൾ ആര്യനെ വലയം ചെയ്തു തുടങ്ങി. സച്ചിയുടെ ശബ്ദത്തിനൊപ്പുറം അവിടെ കേട്ട ശബ്ദം അപ്പുവിന്റെ ആണെന്നറിഞ്ഞതും ആര്യന്റെ കണ്ണുകൾ നിറഞ്ഞു. കുട്ടുവിന്റെ ജീവന് വേണ്ടി തന്റെ അച്ഛനോടും സഹോദരനോടും കാൽ വീണ് അപേക്ഷിക്കുന്നവളുടെ ചിലമ്പിച്ച സ്വരം കേൾക്കെ ആര്യൻ അവളോട് സഹതാപം തോന്നി. ഇത്രയും മാത്രം അപ്പു കുട്ടുവിനെ സ്നേഹിച്ചിരുന്നു. അറിഞ്ഞിരുന്നില്ല. താനൊന്നും അവളായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പുവിന്റെ നിലവിളി ഒച്ചത്തിലായതും ആര്യൻ മുന്നിലെ കാഴ്ച കണ്ട് അമ്പരന്നു. കുട്ടിനു നേരെ കത്തിയുമായി നടന്നെടുക്കുന്നവന് നേരെ ആര്യൻ ചാടി വീഴുമ്പോഴേക്കും കയ്യിൽ ഫോണുമായി നിൽക്കുന്നവന് അഫ്സലും അടിച്ചിട്ട് കഴിഞ്ഞിരുന്നു. നിലത്ത് വീണ ഒരുവന്റെ കയ്യിൽ നിന്ന് ഫോൺ ഒരു ശബ്ദത്തോടെ ചിതറിപ്പോയി. ആര്യൻ മറ്റേയാളുടെ കഴുത്തിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവനെ ഞെരുക്കി ശ്വാസം മുട്ടിച്ചു. അതിനൊപ്പം മുട്ടുകാലം മടക്കിയാളുടെ വയറ്റിൽ ആഞ്ഞിടിച്ചതും അവനൊരു നിലവിളിയോടെ വയറുപൊത്തി നിലത്തേക്ക് മറിഞ്ഞു വീണുപോയി. ആര്യൻ അവനെ നടുമ്പുറത്ത് ഷൂ വിട്ട കാലുകൊണ്ട് നിർത്താതെ ചവിട്ടി. ദേഷ്യം തീരാവെന്നും അയാളെ ഷർട്ടിൽ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് അടുത്തുള്ള ഭിത്തിയിൽ മുഖം ചേർത്ത് അമർത്തി വലിച്ചു. ശേഷം കഴുത്ത് പിന്നിലേക്ക് പിടിച്ചു തിരിച്ചതും ഒരു ഞെരക്കത്തോടെ അയാൾ നിലത്ത് പതിച്ചു. അപ്പോഴേക്കും മറ്റേയാൾ അഫ്സലും കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരുന്നു. രണ്ടുപേരും കൂട്ടിക്കെട്ടിരുന്ന കുട്ടുവിനരികിലേക്ക് ആദ്യോടെ ഓടിച്ചെന്നു. തീർത്തും അവശനിലയായിരുന്നു കുട്ടു ഡാ കണ്ണോർക്കടാ. ആര്യൻ അവന്റെ മുഖമൊക്കെ കൈകളെടുത്തുകൊണ്ട് വെപ്രാളത്തോടെ വിളിച്ചുകൊണ്ടിരുന്നു. കൃഷ്ണ, കണ്ണോർക്കടാ മോനെ, ഡാ. കുട്ടു കണ്ണൂർക്കാതെ വന്നതും ആര്യന് വേവലാതി കൂടി. അഫ്സലും ആര്യന് ഒരുപാട് തവണ അവന് മാറി മാറി വിളിച്ചതും മയക്കത്തിലെന്ന പോലെ കുട്ടു ഒന്ന് ഞരങ്ങി. എടാ പിടിക്കും, നമുക്കിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആര്യൻ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞതും അഫ്സൽ കുട്ടുവിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. നിലത്ത് കാലിറക്കുന്ന പോലുമില്ല. തല പോലും നേരെ വെക്കാനാവാത്ത വിധം അവൻ തളർന്നു കിടക്കുകയായിരുന്നു ആര്യന്റെ ചുമലിലേക്ക്. ചോരപ്പാടുകളുമായി തളർന്ന അവശനായി കിടക്കുന്നവനെ കാണെ ആര്യന് ദുഃഖവും അതിലുപരി തന്റെ ശത്രുക്കളെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള പകയും കൂടി. എടാ, ഞാനിവനെ ഹോസ്പിറ്റലായിക്കോളാം, നീ വീട്ടിലേക്ക് പോയിക്കോ. നിന്നെ കാണാമെന്ന നീ വിചാരിച്ച പ്ലാനും നടക്കില്ല അച്ചു. അഫ്സൽ അതുവഴി വന്നൊരു ഓട്ടോ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, ഞാനിങ്ങനെ കുട്ടു. അഫ്സലിന്റെ തോളിൽ കുഴഞ്ഞിടക്കുന്നവനെ കാണെ തിരികെ പോവാൻ ആര്യന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എടാ, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം, നീ പോവാൻ നോക്ക്. ഇപ്പൊ ബുദ്ധിമോശം കാണിച്ച ഇതിലും വലുതാവും ഇനി വരിക. പോച്ചു പോകുമ്പോൾ നീ എന്റെ വണ്ടി ആ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിന്റെ അരികിൽ വെച്ചാൽ മതി. കീം എടുത്തുകൊണ്ട് അഫ്സൽ ഓട്ടോയിലേക്ക് കയറി. നീ ടെൻഷനാതെ പോടാ,
ഞാൻ വിളിച്ച് വിവരം അറിയിച്ചോളാം. ഓട്ടോ നീങ്ങി തുടങ്ങിയതും അഫ്സൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ എഴുന്നേറ്റോ? നീ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വന്നപ്പോഴാണ് അച്ചു ബോധത്തിലേക്ക് വന്നത്. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ നിവർന്നിരുന്നതും നീ അല്പം വേഗത്തിൽ നടന്നുകൊണ്ട് ആര്യനരികിൽ ചെന്നിരുന്നു. അവന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തുകൊണ്ട് അവൾ ആ കലങ്ങിയ കണ്ണുകളിലേക്ക് തന്നെ മിഴികൾ പതിപ്പിച്ചു. എന്താ ചേട്ടാ? അച്ചേട്ടൻ കരയായിരുന്നു, എന്താ പറ്റി? ഒരേ സമയം അവളുടെ മുഖത്ത് അമ്പരപ്പും അവനെ കുറിച്ചുള്ള ആദ്യം ഒരുമിച്ച് പ്രതിഫലിച്ചു. അത് ആര്യനൊന്ന് പരിങ്ങി. അത് കിളിക്കുഞ്ഞെ, ഈ മരുന്ന് വെച്ചെടുത്തൊക്കെ വേദനിക്കുന്നു, നേറുന്ന പോലെ. ആര്യന്റെ മിഴികൾ അവളെ നോക്കാനാവാത്ത പോലെ താഴ്ന്നു പോയി. ആ മുഖത്ത് നോക്കി കള്ളം പറയാൻ അവനാവുന്നുണ്ടായിരുന്നില്ല. അച്ചോടാ, ആ സാരില്ല കേട്ടോ, അതാ മരുന്നിന്റെ നീറ്റല, അതങ്ങ് മാറിക്കോളും, അതിനിങ്ങനെ സങ്കടപ്പെടല്ലേ കേട്ടോ. നീ അവനെ സമാധാനപ്പെടുത്തി ശേഷം ആ കയ്യിലെ മുറിവിൽ അവൾ ചുണ്ടമർത്തി. ആര്യനൊന്ന് കണ്ണടച്ചു. താൻ ഈ ചെയ്യുന്നതൊക്കെ ഒരു വേള അവൾ അറിയുമ്പോൾ അച്ചുവിനെ നെഞ്ചൊന്ന് തുടിച്ചു. അപ്പോഴാണ് താഴെ നിന്ന് ജയന്തിയമ്മയുടെ വേവലാതിയോടെയുള്ള വിളി കേട്ടത്. ആ വിളിയിൽ നിന്ന് കുട്ടുവിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞെന്ന് ആര്യന് മനസ്സിലായി. നീ വേഗം താഴേക്ക് ഇറങ്ങിച്ചെന്നു. പിന്നാലെ അടക്കി പിടിച്ച ഹൃദയത്തോടെ ആര്യനും. എന്താ അമ്മേ, എന്തുപറ്റി? ജയന്തിയുടെ സങ്കടം കൊണ്ട് തിങ്ങിയ മുഖം കണ്ട് നീ ആദിയോടെ ചോദിച്ചു. അത് മോളെ, കുട്ടു. അവർ വിക്കി പറയാനൊരുങ്ങിയതും പിന്നെ നിൽക്കുന്ന ആര്യനെ കണ്ട് അവർ പരിഭ്രമത്തിലായി. എങ്ങനെ അവ നിൽക്കുമ്പോൾ ഇത് പറയുന്നോർത്ത് അവർ ആശങ്കപ്പെട്ടു. എന്താ അമ്മേ, പറ, എന്തുപറ്റി കുട്ടുവിന്? നീ അത് ശ്രദ്ധിക്കാതെ അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും ആര്യന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. എന്താവും, അവൻ എങ്ങനെയുണ്ടാവും? അപ്പോഴേക്കും ആര്യൻ അവർക്കിടയിലേക്ക് വന്നു. എന്താ അമ്മേ, കുട്ടിയോട് പോയി? ആര്യൻ നിഷ്കളങ്കമായി ചോദിക്കുന്ന കേട്ട് ജയന്തി എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി. മോളെ, കുട്ടുവിനൊരു ആക്സിഡന്റ്, ഇപ്പൊ ആ CS ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, നമുക്ക് അങ്ങോട്ട് പോകണം. ജയന്തി അതും പറഞ്ഞുകൊണ്ട് ആര്യനെ നോക്കാതെ വേഗം ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവർക്ക് ആര്യനെ നോക്കാനാവില്ലായിരുന്നു. അവനോട് എന്ത് പറയണമെന്ന് അറിയുകയുമില്ല. നീ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്താ കളിക്കുഞ്ഞ്, എന്താ പറ്റിയ കുട്ടൂന്? ആര്യൻ നിറഞ്ഞ കണ്ണുകളോട് ചോദിക്കുന്ന കേട്ടാണ് നീഹയും ബോധത്തിലേക്ക് വന്ന്. അവനോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ നീഹ ഉഴറി. അത് അച്ഛയുടെ കുട്ടൂനൊന്നുമില്ല, എന്തൊരു ചെറിയ വയ്യായിക, അത്രേ ഉള്ളൂ, അതിന് ആശുപത്രിയിലാ. തനിക്ക് വേദനിക്കരുതെന്ന് കരുതി മയപ്പെടുത്തി സംസാരിക്കുന്നവളെ അവൻ അലിവോടെ നോക്കി. എന്നാ നമുക്ക് അങ്ങോട്ട് പോയി അവനെ കണ്ടാലോ കളിക്കുഞ്ഞേ, വാ പോവാ. നീയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആര്യൻ നിർബന്ധിച്ചു. എങ്ങനെയും ആര്യന് കുട്ടുവിനെ കണ്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എങ്ങനെയുണ്ടെന്നറിയാതെ ആര്യനൊരു മനസ്സമാധാനം ഇല്ലായിരുന്നു. ആര്യനും നീയും ജയന്തി ഹോസ്പിറ്റലിൽ വേഗത്തിലെത്തി. കാഷ്വാലിറ്റിക്ക് മുമ്പിലേക്ക് അവർ ചെല്ലുമ്പോൾ അവിടെ പുറത്തുണ്ടായിരുന്ന ഇരുമ്പ് കസേരയിൽ ശിവയും രാധികയും തളർന്നിരിപ്പുണ്ട്. കുറച്ചു മാറി അഫ്സലും. ആര്യനെ കണ്ടത് അഫ്സലിന്റെ മുഖമൊന്ന് വിടർന്നു. ആര്യനാണെങ്കിൽ കണ്ണുകൾ കൊണ്ട് എങ്ങനെയുണ്ടെന്ന അർത്ഥത്തിൽ അഫ്സലിനെ നോക്കിയതും പേടിക്കാനൊന്നില്ലെന്ന് അവൻ കണ്ണുകൾ ചിമ്മി അവനെ കാട്ടി. ആശ്വാസത്തിന്റെ നേരിയ തണുപ്പ് തന്റെ ഹൃദയത്തെ പൊതിയുന്നത് ആര്യൻ അറിഞ്ഞു. ശിവയും രാധികയും നീയും അമ്മയെയും കണ്ടപ്പോൾ വിതുമ്പി തുടങ്ങി. ഈ ചിലേതോ ഫ്രണ്ട് വരും, അത്യാവശ്യമായിട്ട് പോയി കാണുമെന്ന് പറഞ്ഞു പോയതാ എഴുത്തി. എന്റെ മോൻ, അവനിപ്പോ ഇങ്ങനെ ഇവിടെ. രാധിക കരഞ്ഞുകൊണ്ട് ജയന്തിയോട് പറഞ്ഞു. ജയന്തി അവിടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. ഡോക്ടർ എന്ത് പറഞ്ഞു ശിവ? അത് കുറച്ച് ബ്ലഡ് പോയിന്റ് ചേച്ചി, മുറികളൊന്നും പേടിക്കാൻ മാത്രമുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞ്. കുഴപ്പമൊന്നുമില്ല, എന്നാലും 1-2 ദിവസം ഇവിടെ കിടക്കണം. 2 മണിക്കൂർ കഴിയുമ്പോൾ മുറിയിലേക്ക് മാറ്റും, അപ്പൊ കയറി കാണാന്നാ പറഞ്ഞേക്കുന്നത്. ശിവ പറയുന്ന കേട്ട് ആര്യനും നീഹയും ജയന്തി എല്ലാവരും ആശ്വസിച്ചു. അഫ്സല അവനിവിടെ കൊണ്ടുവന്ന്. അവർക്കടുത്തേക്ക് വന്ന അഫ്സലിനെ കണ്ട് രാധിക പറഞ്ഞു. ജയന്തി അവനെ പരിചയ ഭാഗത്തിലൊന്ന് പുഞ്ചിരിച്ചു. നീക്ക് പക്ഷെ അവൻ അറിയില്ലെങ്കിലും ഒരു നന്ദി സൂചകമായി അവളൊരു ചിരി അവന് നൽകി. പക്ഷെ ആരും മാത്രം അവനെ മനസ്സിലാവാത്ത പോലെ നിന്നു. മോനെ അച്ചു, ഇതാരാന്ന് മനസ്സിലായില്ലേ മോനെ? ജയന്തി അച്ചുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അഫ്സലിനെ നോക്കി ചോദിച്ചു. പക്ഷെ ആര്യൻ അപരിചിത ഭാവത്തിലാണ് അവനെ നോക്കിയത്. ഇത് നിന്റെ അഫ്സലാടാ, നിന്റെ കൂടെ പഠിച്ച നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. ആര്യൻ അവനെ മനസ്സിലായില്ലെന്ന് കരുതി ജയന്തി പറഞ്ഞു. ആര്യനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് നിഹിയത് അറിയുന്നത്. സാറിലാനി, അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലേ, എനിക്കറിയാലോ ഇവനെന്റെ ആര്യനാണെന്ന്, അത് മതി. ആര്യന്റെ തോൾ കൂടി കൈയിട്ടുകൊണ്ട് അഫ്സൽ അത് പറഞ്ഞതും ജയന്തി നിറമിഴികളോടൊന്ന് പുഞ്ചിരിച്ചു. വാസു, നിന്നെ ഒത്തിരി നാളായാലും കണ്ടിട്ട്, വന്നേ. അഫ്സൽ നൈസായിട്ട് ആര്യന്റെ തോൾ കൈയിട്ട് അവനെയും കൊണ്ട് ആ വരാന്തയിലൂടെ മുന്നോട്ട് നീങ്ങി. എടാ, എങ്ങനെയുണ്ടോ അവന്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മറ്റുള്ളവരുടെ കണ്ണുകളിൽ നകന്നപ്പോൾ ആര്യൻ അഫ്സലിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു. ഇല്ലടാ, കുഴപ്പമൊന്നുമില്ല, നല്ല ക്ഷീണമുണ്ട് അവന്, പിന്നെ കുറച്ചധികം മുറി പറ്റിയോണ്ട് കുറച്ച് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്, അത് പ്രശ്നമില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. എടാ, ഡോക്ടർക്ക് മനസ്സിലായില്ലേ ഇതൊരു ആക്സിഡന്റ് അല്ലെന്ന്? ആര്യൻ സംശയത്തോടെ ചോദിച്ചു. എടാ, അത് അവനെ നോക്കി ഡോക്ടർ ആരാണെന്ന് അറിയത് എനിക്ക്? അതിന്റെ കസിൻ ആസിഫ. അവന് ഇവിടെയുള്ളതുകൊണ്ടല്ലേ കുട്ടുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. കണ്ടപ്പോഴവൻ പറഞ്ഞിരുന്നു ഇത് ആക്സിഡന്റ് അല്ലെന്ന്, പിന്നെ എനിക്കെല്ലാം പറയേണ്ടി വന്നു. സത്യം നമ്മുടെ ഭാഗത്തല്ലേ അച്ചു, അപ്പൊ ദൈവം നമ്മുടെ കൂടെയല്ലേ നിൽക്കൂ. അവനത് ആക്സിഡന്റ് ആക്കിയാ എല്ലാവരോടും പറഞ്ഞു. അഫ്സൽ പറയുന്ന കേട്ട് അച്ചു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അതെന്തായാലും നന്നായിടാ, ഇല്ലെങ്കിൽ ഇതൊരു കേസായനെ. അങ്ങനെ എല്ലാവരും എല്ലാം അറിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയനെ. അച്ചു പറയുന്ന കേട്ട് അഫ്സലും അതേന്ന് തലവിലുക്കി. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോടാ അച്ചു.
അഫ്സൽ ചോദ്യഭാവേന അവരെ നോക്കി. എടാ കുട്ടു രക്ഷപ്പെട്ടവരും നിന്റെ അങ്കിളും ആദ്യമൊക്കെ അറിഞ്ഞാൽ അത് കുഴപ്പമില്ലടാ. അപ്പോഴാണ് അച്ചു അക്കാര്യം ഓർത്ത്. ആ അതൊരു പ്രശ്നമാണ് അഫി. പക്ഷെ അതെന്തായാലും അവർ അറിയാതിരിക്കില്ല. പക്ഷെ ഇനി ഉടനെ അടുത്തൊരു നീക്ക് അവരിൽ നിന്നും ഉണ്ടാവില്ലെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, കുറച്ച് സൂക്ഷിക്കാൻ പറയണം. അത്രയും സമയം ഞാൻ സച്ചിക്കും അധികം കൊടുക്കും അഫി. അതിനുള്ളിൽ അവരുടെ പതിന് എൻ്റെ കൈകൊണ്ട് സംഭവിച്ചിരിക്കും. ആര്യൻ മുഷ്ടിയുരുട്ടി ദേഷ്യത്തോടെ ആ ഭിത്തിയിലമർത്തി കുട്ടുവിനെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ഏകദേശം രാത്രിയായി കഴിഞ്ഞിരുന്നു. മരുന്നിന്റെ ക്ഷീണം കാരണം അവൻ നല്ല മയക്കത്തിനായതിനാൽ വിളിച്ച് ശല്യപ്പെടുത്തിയെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അതനുസരിച്ച് ആരും അവനെ ശല്യം ചെയ്യാൻ പോയില്ല. അമ്മേ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ, ഞാനെന്നാ വീട് വരെ പൊക്കോട്ടെ, നാളെ വരാം. അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ, അഫ്സൽ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. അത് സാരില്ല മോനെ, നീ ഇത്രയ്ക്ക് വലിയൊരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലേ, അത് മാത്രം മതി, ഇനി മോൻ പോയിക്കോ, ജയന്തി പറഞ്ഞു. അതെന്താ അമ്മേ, ആര്യൻ അവൻ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ കുട്ടു എനിക്കും. അവിടെ നിങ്ങൾ ആവശ്യം വന്നാ എന്നെ വിളിക്കാൻ പഠിക്കേണ്ട അമ്മേ. ജയന്തി രാധികയും വാത്സല്യത്തോടെ അഫ്സലിനെ നോക്കി ചിരിച്ചു. നീയോടും ശിവയോടും യാത്ര പറഞ്ഞ അഫ്സൽ ആര്യനോട് അവരാരും കാണാതെ കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. ആ കുട്ടിയുടെ ഒരു കാര്യം, അവൻ ഇപ്പോഴൊരു മാറ്റവും ഇല്ലാലോ. എല്ലാവരും അവിശ്വസിച്ചിട്ട് അവൻ മാത്രം എൻ്റെ മോനെ വിശ്വസിച്ചു. എപ്പോഴും നമുക്കൊരു സഹായത്തിന് കൂടെ നിന്നു. ഏർത്തി പുറത്തേക്ക് പോകുന്ന അഫ്സലിനെ നോക്കി ജയന്തി എന്തോ പറയാനൊരുങ്ങിയതും രാധിക ഒരു ശാസനയോടെ വിളിച്ച്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.